കേരളം ഭയക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നത്തെ ദിവസം നമ്മളുടെ മാത്രം റിപ്പോർട്ടറിൻ്റെ റൺഡൗണിൽ വന്ന ക്രൈം വാർത്തകളൊന്നും എടുത്ത് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഭയപ്പാടുണ്ടാവുന്നുണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ. ഞാൻ ചിലത് വായിക്കാം. KSRTC ബസ്സിനുള്ളിൽ വിദ്യാർത്ഥിനിയോട് ലൈംഗികാതിക്രമം നടത്തിയ 45 വയസ്സുകാരൻ പിടിയിൽ. ഉച്ചയ്ക്ക് വന്ന വാർത്തയാണ്. പൂനെയിൽ 9 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ അയൽവാസിയായ 25 വയസ്സുകാരൻ പിടിയിൽ. ഇന്ന് രാവിലെ വന്ന വാർത്തയാണ്. കോഴിക്കോട് കൊടുവള്ളിയിൽ 12 വയസ്സുകാരൻ്റെ കണ്ണിൽ മുളകുവെള്ളമൊഴിച്ചു നഖത്തിൽ ഈർക്കിൽ കയറ്റി അച്ഛൻ്റെ ബന്ധുക്കൾ. ഉച്ചയോടുകൂടി വന്ന വാർത്തയാണ്. തൊടുപുഴയിൽ സഹപാഠികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നത് പരാതിപ്പെട്ട 19-കാരനെ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളടക്കമുള്ള സഹപാഠികൾ ജനനേന്ദ്രിയം തകർത്തു. അതിന്ന് രാവിലെ വന്ന വാർത്തയാണ്. കൊല്ലത്ത് 4 വയസ്സുള്ള കുട്ടിക്ക് മുന്നിൽ ലൈംഗിക ചേഷ്ട കാട്ടിയ അച്ഛനെതിരെ പോസ്കോ ചുമത്താൻ ഇപ്പോൾ പോലീസ് തയ്യാറായി എന്നുള്ളത് ഇന്ന് വൈകുന്നേരം കൊല്ലത്തുനിന്ന് ജയശങ്കർ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. തൊടുപുഴയിൽ അമ്മയെ തലക്കിടിച്ചു കൊന്ന 40-കാരനായ മകൻ ലഹരിക്കടിമയാണ് എന്നുള്ള വാർത്ത ഇന്ന് രാവിലെ വന്ന വാർത്തയാണ്. സംഭവം ഇന്നലെയാണ് റിപ്പോർട്ട് ചെയ്തത്. നോക്കൂ, ഈ വാർത്തകളുടെ എല്ലാം തമ്മിൽ കണക്ഷൻ എന്ന് പറയുന്നത് ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹപാഠികൾ ഇവർ ചേർന്ന് കുട്ടികളെ ആക്രമിക്കുന്നതും കുട്ടികൾ തിരിച്ചാക്രമിക്കുന്നതുമായിട്ടുള്ള വാർത്തകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, അങ്ങനെ വേണം ആ പദപ്രയോഗം നടത്താൻ. നമ്മൾ മാധ്യമപ്രവർത്തകരും പൊതുസമൂഹത്തിൽ നിൽക്കുന്നവരും ആ പദപ്രയോഗത്തെ അങ്ങനെയാണ്. സാധാരണ കുട്ടികളെ ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് അവരെ ക്രിമിനലുകളെന്ന് നമുക്ക് വിളിക്കാൻ കഴിയില്ല, സാങ്കേതികമായി വിളിക്കാൻ കഴിയില്ല. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുട്ടികളെ നമ്മൾ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ വിളിക്കേണ്ടത് ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ്. കാരണം അവർക്ക് നിയമത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് അറിയില്ല, അതിനെക്കുറിച്ച് ഗ്രാസ്പ് ചെയ്യുന്നതിനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ടാണ് അവർ കുട്ടികളായിത്തീരുന്നത്. അതുകൊണ്ടാണ് ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ. പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ജുവനൈൽ ഡെലിൻക്വേറ്റ് എന്ന വാക്കായിരുന്നു. ആ വാക്കുപോലും ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. ജുവനൈൽ ഡെലിൻക്വേറ്റ് എന്ന വാക്കിനു പകരമാണ് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ. ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ 13 വയസ്സുകാരിയായ കുട്ടി ഒരു ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോയാണ് നിയമത്തിൻ്റെ മുന്നിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ 2007 ബീഹാറിൽ നടന്ന ഒരു കൊലപാതകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. 2007 ഒരു 8 വയസ്സുകാരനെ ബീഹാറിൽ അറസ്റ്റ് ചെയ്യുന്നു. അമർജീത് സാദ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടിയുടെ പ്രായം ഓർമ്മിക്കണം, 8 വയസ്സാണ്. 8 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ നിലയിൽ 2ാം ക്ലാസ്സിൽ പോകുന്ന കുട്ടി. ആ കുട്ടിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ആ കുട്ടി 3 കൊലപാതകങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്ന്, ആ കുട്ടിയുടെ സഹോദരിയെ, ആ കുട്ടിയുടെ കസിനെ, ആ അയൽപക്കത്തുള്ള ഒരു നെയ്ബറിൻ്റെ മകളെ. 3 കുറ്റകൃത്യങ്ങൾ, 3 കൊലപാതകങ്ങൾ നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ ആണ്. ഇയാളിപ്പോൾ എവിടെയുണ്ട് എന്ന് ആർക്കും അറിയില്ല. പക്ഷേ 2016 ശേഷം ഇയാളെ പുറത്തുവിടുകയാണ്. കാരണം 18 വയസ്സ് പൂർത്തിയാവുന്നതോടുകൂടി ഇദ്ദേഹത്തെ പുറത്തുവിടുന്നു. അതിനുശേഷം അയാൾ മാന്യമായ ജീവിതം നയിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കുമ്പോഴും ഒരു ബ്രോക്കൺ ഫാമിലി സിസ്റ്റത്തിൽ നിന്നാണ് ഇയാൾ വരുന്നത്. കൃത്യമായ പേരൻ്റൽ കെയറിങ് ഇല്ലാതെ, സോഷ്യൽ കെയറിങ് ഇല്ലാതെ, വളരെ വലിയ രീതിയിൽ ആ കുട്ടിയുടെ മനസ്സിൽ വന്നു കയറിയ ഒരു ഈഗോയും കെയർ ഇല്ല എന്ന് പറയുന്നതുമൊക്കെ ആ കുട്ടിയെ വല്ലാത്ത തരത്തിൽ ബാധിച്ചിട്ടുണ്ട്. അതാണ് പിന്നീട് സിബ്ലിംഗ് റൈവൽറി ആയിട്ട് പല ചിത്രങ്ങളിലുമൊക്കെ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. സമാനമായ രീതിയിൽ കുഞ്ഞുങ്ങളിലേക്ക് ആദ്യം ഉണ്ടാവുന്നത് അവരുടെ ഒരു കെയർ കുറയുന്നു, രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നൊരു കെയർ കുറയുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു കാരണവശാലും ഈ കുട്ടിയെ പൂർണ്ണമായും കുറ്റപ്പെടുത്താനോ മാറ്റി നിർത്താനോ തയ്യാറല്ല. നമ്മൾ ആരും തന്നെ തയ്യാറല്ല. കാരണം ആ കുട്ടി ഇപ്പോഴും ഒരു കുട്ടിയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ചിലർ ചോദിക്കും, കുട്ടിയാണെങ്കിലും കയ്യിലിരിപ്പ് അങ്ങനെയല്ലല്ലോ എന്ന് പറയുന്നു. ഈ അഡൾട്ടിൻ്റെ കയ്യിലിരിപ്പ് കുട്ടിക്ക് പരിചിതമാകുന്നൊരു സാഹചര്യം ഒരുക്കിയ സമൂഹമാണ് യഥാർത്ഥത്തിൽ കുറ്റവാളി എന്നാണ് ഞാൻ പറയുക. ബീഹാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി പുറത്തിറക്കിയ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവിൽ പറയുന്നത് 3 പ്രധാനപ്പെട്ട വൾണറബിളായ സാഹചര്യങ്ങൾ നിങ്ങൾ കാണാതെ പോകരുത് എന്നാണ്. അതിലൊന്ന്, കോംപ്ലക്സ് ഇൻഫർമേഷൻ ഈ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു കാലമാണ്. കോംപ്ലക്സ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. ഒരു പരിധിക്കപ്പുറം പലതും നമുക്കറിയത്തില്ലായിരുന്നു. ശരിയാണ്, കൂപമണ്ടൂപം എന്നൊക്കെ വേണമെങ്കിൽ ഈ പുതിയ തലമുറയിലെ ആളുകൾ നമ്മളെ വിളിച്ച പുതിയ ജനസിയൊക്കെ നമ്മളെ പറയില്ല, ഇപ്പോഴും അമ്മയ്ക്കൊന്നും അറിയില്ല, അച്ഛനൊന്നും അറിയില്ല എന്നാണ്. കാരണം നമുക്ക് അത്തരം ഇൻഫർമേഷൻ്റെ കോംപ്ലക്സിറ്റീസ് കുറവായിരുന്നു. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ചാനലുകൾ, ഒന്നിൽ സുഹൃത്തുക്കൾ, ഇല്ലെങ്കിൽ വരുന്ന വാരികകൾ, ഇല്ലെങ്കിൽ വരുന്ന ടെലിവിഷനിലെ വളരെ റെസ്ട്രിക്റ്റഡായ സീരിയലുകൾ, സീരീസുകൾ, റേഡിയോ നാടകങ്ങൾ, അല്ലേ? അതിനും അപ്പുറത്തേക്ക് ഇൻഫർമേഷൻ ചാനലുകൾ തന്നെ വളരെ കുറവായിരുന്നു. പക്ഷെ നോക്കൂ, ഇൻഫർമേഷൻ ചാനലുകൾ വരുന്നു. ആ ഇൻഫർമേഷൻ ചാനലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നും തന്നെ സെൻസേർഡ് അല്ല എന്നുള്ളതാണ്. അഥവാ സെൻസറിങ് ചെയ്ത് കുട്ടികളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ സിസ്റ്റം ഇല്ല. ഇന്ന് നോക്കൂ, തിയേറ്ററിൽ 13 വയസ്സ് കഴിയാത്ത ഒരു കുട്ടിയെ കയറ്റാത്ത തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന സിനിമ വീട്ടിൽ ആ കുട്ടിക്ക് കാണാം. മാർക്കോ എന്ന് പറയുന്ന സിനിമ 5 വയസ്സുകാരനിരുന്ന് കാണുകയാണ്.
ചോല എന്ന് പറയുന്ന ഒരു സിനിമ 5 വയസ്സുകാരിരുന്ന് കാണുകയാണ്. സ്പൈഡർ എന്ന് പറയുന്ന സിനിമ, ആ സിനിമയാണ് ഈ കുറ്റകൃത്യത്തിലേക്ക് കുട്ടികളെ നയിച്ചതെന്ന് പറയുന്നു. നിശ്ചയമായും സ്പൈഡർ എന്ന സിനിമ ഒരു അഡൽട്ട് കാറ്റഗറിയിൽപ്പെട്ട സിനിമയായിരിക്കാനാണ് സാധ്യത. ചുരുങ്ങിയ പക്ഷം 16+ എങ്കിലും ആയിരിക്കും. 16+ ഉള്ള സിനിമ എങ്ങനെയാണ് ആ കാലത്ത് 8 വയസ്സും 9 വയസ്സുമുള്ള കുട്ടികൾ കാണുന്നത് എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപ്പോൾ ഈ കുട്ടി ആ സിനിമ സീരീസും കണ്ടിട്ടുണ്ടാവുക OTT പ്ലാറ്റ്ഫോമുകളിലൂടെ ആയിരിക്കും. അപ്പോൾ കോംപ്ലക്സിറ്റി ഓഫ് ഇൻഫർമേഷനാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് പലതരം ക്രൈമുകൾ വരുന്നു, പലതരത്തിലുള്ള വൈകാരികമായിട്ടുള്ള ഭാവങ്ങൾ സൃഷ്ടിക്കുന്നു. അത് മാത്രമല്ല, വളരെ മനോഹരമായ ഗ്രാഫിക്കൽ ലേഔട്ടിലാണ് ഇതെല്ലാം ചിത്രീകരിക്കുന്നത്. ആ ക്രൈമെല്ലാം ചിത്രീകരിക്കുന്നതും ക്രൈം കൊണ്ടുവരുന്നതും എല്ലാം ആ ആകർഷണീയമായ രീതിയിലാണ്. ഇത് കുട്ടികളുടെ മനസ്സിലേൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല എന്നതാണ്. മൂന്നാമത്തേതാണ് അഡൾട്ട് എക്സ്പീരിയൻസ്. ഈ കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവരെ പോലെ ചിന്തിക്കാൻ ആവശ്യമായ അഡൾട്ട് എക്സ്പീരിയൻസ് കൊടുക്കുന്ന എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടാവുന്നു എന്നുള്ളതാണ്. ബാല്യത്തിന് ബാല്യത്തിൻ്റെതും കൗമാരത്തിൻ്റെതുമായ അനുഭവ പരിസരങ്ങളുണ്ട്. ആ അനുഭവ പരിസരത്തിൽ നിന്ന് വേണം ആ കുട്ടിയെ അങ്ങനെ തന്നെ കാണാൻ. അതുകൊണ്ടാണ് ബാല്യത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ സർവൈലൻസ് ഉണ്ടെങ്കിൽ പോലും ആ കുട്ടിയുടെ പ്രൈവസിയും റൈറ്റിനെയും നമ്മൾ അംഗീകരിച്ചുകൊണ്ട് എന്നാൽ ഒരു പരിധിക്കും അപ്പുറത്തേക്ക് ആ കുട്ടി പോവാതിരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ നടപ്പിലാക്കുന്നത്. അതാണ് മനഃശാസ്ത്രം പറയുന്നത്. ആ ബാല്യത്തിൻ്റെ സ്വഭാവം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ കൗമാരം ബാല്യത്തിലേക്ക് കയറി വന്നാൽ, യൗവനം കൗമാരത്തിലേക്ക് കയറി വന്നാലൊക്കെ ഈ താളം തെറ്റുന്ന ഋതുക്കളെ പോലെയാണ് എന്നുള്ളതാണ് സൈക്കോളജിസ്റ്റുകളും പറയുന്നത്. ഇവിടെയും ഈ കുട്ടിയുടെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനൊരു കണക്ക് പറയാം. ആ കണക്കിലാണ് എനിക്ക് ഭയമുള്ളത്. ഓരോ വർഷവും നമ്മുടെ നാട്ടിൽ ക്രൈം ബൈ ജുവനൈൽസ് എന്ന് പറയുന്നത്, അഥവാ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, അവരേർപ്പെടുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. നോക്കൂ, 2020 ഏറ്റവും ഒടുവിൽ നമുക്ക് NCRBയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡാറ്റ 2024 ഡാറ്റയാണ്. അതിൽ 34,878 ക്രൈം ബൈ ജുവനൈൽ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തൊട്ട് വർഷത്തിൽ 2023 അപേക്ഷിച്ച് 11% വർധനമുണ്ട്. എന്നാൽ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യമോ 1,87,000 കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ഈ നാട്ടിലുണ്ട്. കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത് 34,000 കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യം 5% വർദ്ധിച്ചിട്ടുണ്ട്. കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യം 11% വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഇത് ഒരു അലാമിംഗ് ആയ സിറ്റുവേഷൻ ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ട് അങ്ങോട്ട് മനസ്സിലാവാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ബന്ധു പറയുന്നത് ഞാൻ കേട്ടു നേരത്തെ സ്മൃതിയുടെ ചർച്ചയിൽ. പ്രശ്നങ്ങൾ നിറഞ്ഞൊരു കുടുംബാന്തരീക്ഷമാണ് എന്നുള്ളതാണ് പഞ്ചായത്ത് അംഗം. അപ്പോൾ ആ പ്രശ്നങ്ങൾ നിറഞ്ഞൊരു കുടുംബാന്തരീക്ഷത്തിൽ നിന്നാണ് ഈ കുട്ടി വരുന്നത്. നാട്ടുകാർക്കൊന്നും ഇവരെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഈ കുട്ടിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്ത് ഈ കുട്ടി ജീവിച്ചിരുന്നത് വളരെ അൺസേഫായ, അൺപ്രൊട്ടക്റ്റഡായ ഒരു സിസ്റ്റത്തിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദേശത്ത് ജോലി ചെയ്തിരുന്ന അമ്മയുടെ അസാന്നിധ്യത്തിൽ ബന്ധുഗൃഹങ്ങളിൽ മാറി മാറി താമസിച്ച കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ കുട്ടി അവിടെ അനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റി ചെറുതല്ല. അതായത് ഇപ്പോൾ 13 വയസ്സുള്ള കുട്ടി, എനിക്ക് തോന്നുന്നത് ഒരു 7 8 വയസ്സ് മുതൽ തന്നെ ബന്ധുഗൃഹങ്ങളിൽ മാറി മാറി താമസിക്കുകയാണ്. അവിടെയൊക്കെ വെച്ച് ഈ കുട്ടി നേരിട്ട അനുഭവങ്ങൾ, അതാണ് എക്സ്പോഷർ ടു അഡൾട്ട് എക്സ്പീരിയൻസ് എന്നുള്ളത്, ചെറുതായിരിക്കില്ല എന്നുള്ളത്. ഇത് കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ കയറിയാണല്ലോ വരിക. ഒരു കുട്ടി പൂക്കളെക്കുറിച്ച് പഠിക്കേണ്ട സമയത്തിന് പകരം ആ കുട്ടിയുടെ ശരീരത്തെ കാമനയോടുകൂടി നോക്കുന്ന ഒരാളുടെ കൈ ഇറുക്കുന്ന അനുഭവമാണ് ഹൃദയത്തിലുള്ളതെങ്കിൽ സ്വാഭാവികമായ ആ കുട്ടിയിൽ നിന്ന് ബാല്യവും കൗമാരവും നഷ്ടപ്പെട്ടു പോകും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അവിടെ ഇതാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. പലതവണ ഒളിച്ചോടിയിട്ടുണ്ട് ഈ കുട്ടി. പലതവണ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് വീട്ടിലെ കംഫർട്ടബിളായ സിറ്റുവേഷനിൽ നിന്ന് ആണെങ്കിൽ ഒരു കുട്ടി ഒളിച്ചോടേണ്ട സാഹചര്യമില്ല. ഒളിച്ചോടുന്നത് എങ്ങനെയാണ്? ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് ഒരു തവണ ഈ കുട്ടി മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി താമസിച്ചത്. വീട്ടിൽ നിന്ന് പ്രോപ്പറായിട്ട് നമുക്കറിയില്ല അതിൻ്റെ വാസ്തവം എന്താണെന്ന്. കാരണം ആ കുട്ടിയുടെ ഉറ്റ ബന്ധുക്കളാണ് ആ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നത്. മോശം കൂട്ടുകെട്ടുകളിലേക്ക് ഈ കുട്ടി പോകുന്നത് തടയാൻ ശ്രമിച്ചു. പക്ഷെ തടയുന്നത് എങ്ങനെയാണ്? എപ്പോഴും നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടല്ലോ. കാരണം അത്ര രീതിയിൽ വലിയ വിദ്യാഭ്യാസം സിദ്ധിക്കാത്ത രക്ഷിതാക്കളോ മുത്തശ്ശിയോ ഒക്കെ ആയിരിക്കും. സ്വാഭാവികമായും അവരുടേതായ രീതിയിലായിരിക്കുമല്ലോ കുട്ടികളെ ശാസിക്കുക. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അത് വളരെ പെട്ടെന്ന് റിജക്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കും. റിപ്പൾസീവായ ഒരു ആക്ഷൻ കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇതാണ് മുത്തശ്ശനോടുള്ള വൈരാഗ്യത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ബന്ധുവിനോടുള്ള വൈരാഗ്യത്തിൻ്റെ കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ആൺകുട്ടികളുമായിട്ടുള്ള സൗഹൃദം വിലക്കുന്നു എന്നുള്ളതാണ്. ഫോൺ അമിതമായിട്ടുള്ള ഉപഭോഗം വിലക്കുന്നു എന്നുള്ളതാണ്. ഇതിലൊരു ആൺകുട്ടിയുമായിട്ട് അടുത്ത സൗഹൃദം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഒരു ഉറ്റ ബന്ധുവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് പോലും ഈ കുട്ടി പറഞ്ഞതായിട്ടാണ്, ഈ കുട്ടിയുടെ സുഹൃത്ത് പറഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതെന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ കുട്ടി ഇങ്ങനൊരു കുറ്റകൃത്യത്തിലേക്ക് ഇവരെ നയിച്ചതിനു പിന്നിൽ ഇങ്ങനൊരു സാമൂഹിക സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. സി രാധാകൃഷ്ണൻ കാൽപ്പനികമായ ആണെങ്കിലും പറയുന്നൊരു കാര്യമുണ്ട്. ഒരു സമൂഹം നശിച്ചാൽ പിന്നെ ഒരു കുട്ടിയെ ആർക്കാണ് രക്ഷിക്കാനാവുക എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്കാണ് ഒടുവിൽ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോഴും ഒരു കുഞ്ഞിനെ വളർത്തുന്ന കാര്യത്തിൽ ഒന്നുകിൽ അമിതമായ പരിലാളന, അതല്ലെങ്കിൽ
അപ്രത്യക്ഷമായ ലാളന, ഇത് രണ്ടുമുണ്ട്. ഇത് രണ്ടും നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. ഒന്നുകിൽ ഈ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് ചുരുങ്ങിയതോടുകൂടി, പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മൂമ്മ ഒക്കെ പറയും 7, 8, 12 ഉള്ള കാലത്ത് 3ാമത്തെ 4ാമത്തെ ഒന്നും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയും. കാരണം അവർ കൂട്ടത്തോടു കൂടി പോകും, അവനവിടെ വന്നിട്ടുണ്ടോ എന്ന് മാത്രം രാത്രിയിൽ ഒരു കണക്കെടുപ്പായിരിക്കും എന്ന് പറയും. അതും അപകടകരമാണ്. പക്ഷേ എന്നാൽ പോലും അന്ന് കുട്ടികൾ ലൈഫിനെ, റിസ്കിനെയൊക്കെ നേരിടാൻ പഠിച്ചത് എത്ര പ്രധാനപ്പെട്ടതാണെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ന്യൂക്ലിയർ ഫാമിലിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ്റെ ഇടയിൽ 2 കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞ്, ഒരു കുടുംബം എന്ന നിലയിലേക്ക് വരുമ്പോൾ അമിതമായ പരിലാളനയുണ്ട്. ഇന്നും നമ്മൾ കേൾക്കുന്നൊരു വാചകമുണ്ട്, ഈ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട പേരൻസ് പറയുന്നൊരു വാചകമുണ്ട്, ഒരു കുറവും അനുഭവിക്കാതെയാണ് അവനെ ഞാൻ വളർത്തിയത് എന്നാണ് പറയുക. ഒരു കുറവും, നിശ്ചയമാണ് ആ കുട്ടി പരാജയമായിരിക്കും. ഒരു കുറവും അനുഭവിക്കാതെ ഒരു കുട്ടിയെ ഏതെങ്കിലും ഒരു പേരൻ്റ് വളർത്തുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ആ കുട്ടി ഒരു സമ്പൂർണ്ണ പരാജയമായിരിക്കും. ആ കുട്ടിയുടെ തൊഴിലിൽ, ആ കുട്ടിയുടെ ദാമ്പത്യത്തിൽ, ആ കുട്ടിയുടെ ലൈഫിൽ. കാര്യം കുറവുകളും കുറ്റങ്ങളും ഒക്കെ കുട്ടിയെ മനസ്സിലാക്കിച്ചും പറഞ്ഞും വേണം പഠിപ്പിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്രയോ തവണ നമ്മൾ റോഡിൽ കിടന്ന് ഉരുണ്ടിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, നിലവിളിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ പറഞ്ഞ എല്ലാ സമ്മാനങ്ങളും ഒരുമിച്ചൊന്നും ആരും വാങ്ങി തന്നിട്ടില്ല. ഇതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് രണ്ടും എക്സ്ട്രീമാണ്. അമിതമായ പരിലാളനയും ലാളനയില്ലാത്ത ഒരു ബാല്യവും എന്ന് പറയുന്നതും രണ്ടും എക്സ്ട്രീമാണ്. ഈ രണ്ടിൻ്റെയും ഇടയിലൂടെ എങ്ങനെ ശാസ്ത്രീയമായി പോകാം എന്നുള്ളതിന് സമൂഹത്തിന് തന്നെ ഒരു കാഴ്ച ആവശ്യമുണ്ടെന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സിസ്റ്റം ഉണരണം. ഈ കുട്ടി ഒരിക്കൽ പറഞ്ഞു അത്രേ, ഈ ഉറ്റ ബന്ധുവിൽ നിന്ന് പീഡനം ഉണ്ടാകുന്ന സമയത്ത് ഷെൽട്ടർ ഹോമിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് പുറത്തറിയിക്കാതെ പോയി എന്നുള്ളതാണ്. ആണെങ്കിൽ സീരിയസ് ആയ ഒരു ഒഫൻസ് അതിനകത്തുണ്ട്. ഒരു പോക്സോ റിലേറ്റഡ് ആയ കേസ് ഇൻഫോം ചെയ്തിട്ടും ഈ കുട്ടിയെ അതേ സാഹചര്യത്തിൽ വളരെ അനുവദിച്ചത് എന്തുകൊണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് ആ കുട്ടിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ഞാനില്ല. കാരണം ആ സാഹചര്യം എന്ന് പറയുന്നത് ആ കുട്ടിയെ അങ്ങനെ ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ സാഹചര്യത്തെയാണ് നമ്മൾ റദ്ദാക്കേണ്ടത് എന്ന് മാത്രമേ പറയാനുള്ളൂ. കണക്കുകൾ കൂടി വരുന്നു എന്നുള്ളതിൽ എനിക്ക് ആശങ്കയുണ്ട്. കേരളം ഭയക്കണം എന്നുള്ളതാണ് എൻ്റെയും നിലപാട്. Meet the editors.